വേണ്ടിയിട്ടാണ്. സോ യെസ്, അപ്പം എന്താണ് ആ ഒരു വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവുമായിരിക്കും ആദ്യം തന്നെ. അതുകൊണ്ട് അത് പിന്നീട് നമുക്ക് ചോദിക്കാം, വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ സമയമുണ്ട്, അപ്പൊ ഞാൻ ചോദിക്കാം. ഇപ്പൊ നമ്മളൊന്ന് ആശംസ അറിയിക്കാൻ വേണ്ടി ലെറ്റ് മീ വെൽക്കം എബിൻ വെള്ളക്കാരൻ, വെള്ളാനിക്കാരൻ, KVVS നിയോജക മണ്ഡലം ചെയർമാൻ ആൻഡ് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ടാണ് ഈ നാട്ടിലേക്ക് കാലുകുത്തുന്നത്. ഇരിഞ്ഞാലക്കുടയൊക്കെ വന്നിട്ടുണ്ട്, എങ്കിലും പുല്ലൂർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറച്ച് ആളുകളുടെ അടുത്ത് നേരിട്ട് കാണാനും ഇതുപോലെ ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷം. ആ ഒരു സന്തോഷം ഇരട്ടിയാവുന്നതിൻ്റെ കാര്യം നമ്മളൊരു നാടിന് ഈ ഒരു പുതിയ സ്ഥാപനം നമ്മൾ സമർപ്പിക്കുകയാണ്. ചിറക്കേക്കാരൻ ഗ്ലാസ് ഹൗസ്. നേരത്തെ സംസാരിച്ചത് ഇങ്ങനെ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ എപ്പോഴും നമ്മളൊരു വീടാണെങ്കിലും ഒരു ഷോപ്പ് ഇന്റീരിയർ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും എല്ലാവരും പുതിയ പുതിയ മെത്തേഡ്സിലേക്കും പുതിയ പ്രോഡക്ട്സിലേക്കും ഒക്കെ മാറി തുടങ്ങി. ആ ഒരു മോഡേൺ രീതിയിലേക്ക് മാറി തുടങ്ങി. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് എല്ലാം മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എല്ലാ ഗ്ലാസിൻ്റെയും ഹാർഡ്വെയർ കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറാണ്. ഒരു വൈഡ് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഷോറൂമിനകത്തേക്ക് കയറിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മളിപ്പോ ചിറക്കേക്കാരൻ ഗ്ലാസ് ഹൗസ് നമ്മളിപ്പോ പുല്ലൂരിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഒത്തിരി സന്തോഷം. എപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴും ഒരു സ്ഥാപനം വളർന്ന് വലുതായി വരുന്നത് ആ നാട്ടുകാരുടെ വലിയ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. പുറത്തുനിന്ന് നമ്മുടെ ഈ പുല്ലൂര് വിട്ടിട്ടുള്ള കസ്റ്റമേഴ്സിനെ കിട്ടുന്നേക്കാളും എളുപ്പമുള്ളത് പുല്ലൂരിൽ തന്നെയുള്ള ആളുകൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുകയും അവരുടെ വീടോ എന്തെങ്കിലുമൊക്കെ റെനോവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടേക്ക് തന്നെ വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിന് വലിയൊരു അസറ്റ് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും അവർ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരു ടീം തന്നെയാണ് ചിറക്കേക്കാരൻ. അപ്പോൾ ഇനിയും അവരുടെ ആ ഒരു ഗ്രോത്ത് നല്ല നിലയിൽ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ എല്ലാവിധ ആശംസകളും ഫുൾ ടീമിന് അറിയിക്കുകയാണ്, ഫുൾ കുടുംബത്തിന് അറിയിക്കുകയാണ്. മറ്റെന്താ പറയാനുള്ളത്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും അടുത്തടുത്ത ബ്രാഞ്ചുകളായിട്ട് ഒത്തിരി വളർന്ന് വലുതാവട്ടെ ചിറക്കേക്കാരൻ ഗ്ലാസ് ഹൗസ്. എൻ്റെ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുകയാണ്. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നല്ല വെയിലും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും സമയം നിങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ ഓണക്കാലമൊക്കെ വരാറായി. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം കൂടെ അറിയിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമുള്ളൊരു ഓണം ആവട്ടെ ഈ വർഷം. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ നല്ലൊരു ഓണക്കാലം എല്ലാവർക്കും ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you so much, Mia. Thank you so much once again. And ഇനിയും അടുത്തതായിട്ട് നമ്മൾ ചിറക്കേക്കാരൻ ഗ്ലാസ് ഹൗസ് അങ്ങനെ ഒഫീഷ്യലി ഓപ്പൺ ആയിരിക്കുന്നു. ആൻഡ് എല്ലാവരെയും ഈ ഒരു സ്റ്റോറിലേക്ക് നിങ്ങളുടെ റിലീസ്ഡ് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ഒക്കെ തന്നെ നമ്മൾ ഇവിടെ റെഡിയാണ് കംപ്ലീറ്റ് ചെയ്യാൻ. സോ യെസ്, നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ചിറക്കേക്കാരൻ ഗ്ലാസ് ഹൗസ് പുല്ലൂർ. നമ്മളെ താരമായിട്ടുള്ളവരെയും അതുപോലെ തന്നെ എല്ലാവരും തന്നെ ആ ഒരു സ്റ്റോർ വിസിറ്റിന് ശേഷം തിരിച്ചെത്തുന്നതാണ്. സോ അതുവരെ നിങ്ങളുടെ ആ ഒരു എന്റർടൈൻമെന്റ് സെഷനിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളുടെ ടാലന്റഡ് ആയിട്ടുള്ള 3 പേരുണ്ട്. സോ യെസ്, ആസ് ഐ സെഡ് ബിഫോർ, നമ്മുടെ ടീം ഇവിടെ റെഡിയാണ് നിങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ യെസ്, അവരെ എല്ലാവരെയും തന്നെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്.
ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് നമ്മളുടെ സ്റ്റാർ, നമ്മളുടെ ഇന്നത്തെ ഏറ്റവും വലിയ ഗസ്റ്റ് ആയിട്ടുള്ള മിയ ആണ് ഇനി നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു ലക്കി ഡ്രോ എടുക്കാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് നോക്കാം ഈ കൂട്ടത്തിൽ ആരാണ് ആ ഒരു ഭാഗ്യം കൊണ്ടുവന്നിരിക്കുന്നത്. സോ അപ്പൊ മിയ വെൽക്കം ചെയ്യുന്നു ആ ഒരു ലക്കി ഡ്രോ കൂപ്പൺ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അപ്പം ഇതൊന്ന് കുറച്ച് നമ്മുടെ സെന്ററിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിന്റെ ലോക്ക് കൂടി ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സോ യെസ്, ലോക്ക് കയ്യുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി യെസ് ആ ഒരു ലോക്ക് തുറന്ന് ആരാണ് ഈ കൂട്ടത്തിലെ നമ്മളുടെ ആ ഒരു സിൽവർ നെക്ലേസും അതുപോലെ തന്നെ 10 ഓണപ്പുടവകളും കൊണ്ടുപോകാൻ പോകുന്നത് നമുക്ക് നോക്കാം അല്ലെ. നല്ലൊരു കൈയ്യടി പ്ലീസ്. സ്റ്റെഫിൻ ടോണി. സ്റ്റെഫിൻ ഒരു അസറ്റ് തന്നെയായിരിക്കും. ഓൾസോ കുറേ സെലക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ നാടിനും ചിറക്കക്കാരൻ ഗ്ലാസ് ഹൗസ് എന്ന് പറയുന്ന ഒരു അസറ്റ് തന്നെയാണ് തീർച്ചയായിട്ടും. അതിൽ എനിക്കിപ്പോൾ നല്ല വിശ്വാസമുണ്ട്. ആൻഡ് ഒരിക്കൽ കൂടി എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. വലിയ വലിയ സക്സസ് ആയിട്ട് മാറട്ടെ, ഈ ഓണക്കാലം കുറച്ചും കൂടെ മനോഹരമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇനി എന്താണ് സിനിമാ വിശേഷം അല്ലേ? ഓക്കെ, ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2 തമിഴ് സിനിമകളാണ്. ഒരെണ്ണം ഓൾമോസ്റ്റ് ഫിനിഷായി, ഒരെണ്ണത്തിൻ്റെ വർക്ക് കുറച്ചും കൂടെ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഒരു 3 മന്ത്സിലൊക്കെ അതിൻ്റെ റിലീസൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോഴത്തേക്കും ടൈറ്റിലും കാര്യങ്ങളും ഒക്കെ നമുക്ക് റിവീൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. പുല്ലൂരുള്ള എല്ലാ ആളുകൾക്കും, പുല്ലൂരുള്ള എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം നേരുകയാണ്. ഇതുവരെ നിങ്ങൾ ആഘോഷിച്ചിട്ടുള്ള ഓണങ്ങളെക്കാളും ഒക്കെ ഗംഭീരമായിട്ടുള്ള ഒരു ഓണം ഈ 2025 സംഭവിക്കട്ടെ. വൺസ് അഗൈൻ എല്ലാവർക്കും, എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. സോ യെസ്, അപ്പം ആ ഒരു ഒഫീഷ്യൽ വേർഡ് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട സണ്ണി സാറിനെ കൂടെ വെൽക്കം ചെയ്യുന്നു. സോ യെസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി അറിയിക്കുകയാണ്. അറിയിക്കുന്നു വൺസ് അഗൈൻ നിങ്ങൾ എല്ലാവരുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സി ദേവിക സൈനിങ് ഓഫ്. ബൈ. Bye. 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 Thank you.